2014 ഇറാഖിലെ IS തീവ്രവാദികളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട മലയാളി നഴ്സുമാരുടെ കഥ പറയുന്ന സിനിമ ടേക്ക് ഓഫിന് മികച്ച പ്രതികരണം. സിനിമയുടെ ആദ്യ ഷോ കണ്ടിറങ്ങിയവരെല്ലാം ഉജ്ജ്വലമെന്ന അഭിപ്രായമാണ് പങ്കുവച്ചത്. താരങ്ങളുടെ മികവ് കൊണ്ടും സാങ്കേതിക മേന്മ കൊണ്ടും മികവ് പുലർത്തിയ ചിത്രം അടുത്തിടെ മലയാളത്തിലിറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ചതാണെന്ന അഭിപ്രായമാണ് കണ്ടിറങ്ങിയവർ പങ്കുവച്ചത്. മലയാളികൾ ഏറെ ചർച്ച ചെയ്ത വിഷയം തന്മയത്വത്തോടെ തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകൻ കൈകാര്യം ചെയ്തത്. സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സിനിമാ താരങ്ങളും അണിയറക്കാരും തത്സമയം മറുനാടൻ മലയാളിയുമായി സംസാരിച്ചു. അതിൻ്റെ ബഡ്ജറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്രൂവിനെ വെച്ച് നമ്മളിങ്ങനെ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് വലിയ ചാലഞ്ച്. ഞാൻ എൻ്റെ കൂടെ എല്ലാവരും നിന്നു. എൻ്റെ ക്യാമറാമാൻ സാനു വർഗീസ്, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ സന്തോഷ് ആനന്ദ്, എൻ്റെ കോസ്റ്റ്യൂം ധന്യ, എൻ്റെ മേക്കപ്പ് രഞ്ജിത്ത്, എല്ലാവരും അതിൻ്റെ ആ പ്രതലം നന്നായി പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതായത് ഒരു ക്രൂവിൻ്റെ വർക്കാണ്. അത് എൻ്റെ മാത്രം ഒരു അച്ചീവ്മെൻ്റ് അല്ല, ഒരു ക്രൂ. ഇറാഖിൽ നമ്മൾ ടേക്ക് ഓഫിൻ്റെ യൂണിറ്റിൽ ഒരു മനുഷ്യൻ പോലും പോയിട്ടില്ല, ക്യാമറയൊന്നും പോയിട്ടില്ല. പക്ഷെ അത് ഇറാഖായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ടീമിനും ടെക്നീഷ്യൻസിനും അവകാശപ്പെട്ട ഒരു വിജയമാണ്. പക്ഷെ ഓഫ് കോഴ്സ് അങ്ങനെ ഇറാഖിനെ ബേസ് ചെയ്ത് നമ്മളങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ അതിൻ്റെ ഒരു ഗ്രാൻഡറിലും വലിപ്പത്തിലും പെർഫെക്ഷനിലും നമ്മൾ മലയാളത്തിൻ്റെ ഒരു ബഡ്ജറ്റിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ തന്നെയായിരുന്നു. പക്ഷെ അത് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിച്ചതാണ് ശരിക്കും ഈ സിനിമയുടെ മറ്റൊരു വിജയം എന്ന് പറയുന്നത്. മഹേഷ് എന്നെ വിശ്വസിച്ചേൽപ്പിച്ച കഥാപാത്രമാണ് സമീരയുടെ ഒരു ബിഗിനിങ് ടേക്ക് ഓഫിലുള്ള ഇപ്പോൾ ഉള്ള ഈ പ്രമേയമായിരുന്നില്ല. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയൊരു തോട്ടിൽ നിന്ന് തുടങ്ങിയതായിരുന്നു. പക്ഷേ 2014 നടന്ന ഈ ഒരു ഇവൻറ്റുമായിട്ട് മഹേഷ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. ആൻഡ് ലൈക്ക് മഹേഷ് സാർ, ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട് നമ്മുടെ ഒരു ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ. വി ഡോണ്ട് ഹാവ് ഒരു ബാഹുബലി ടൈപ്പ് ബഡ്ജറ്റ്. പക്ഷേ ആൻഡോ ചേട്ടനും പിന്നെ രാജേഷ് പിള്ള ഫിലിം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ചെയ്തത്. ഷെബിൻ ചേട്ടനും കൂടെ വന്നിട്ട് ദേ റിയലി ഹെൽപ്ഡ് അസ് ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് ഏറ്റവും ഇൻ്റർനാഷണൽ രീതിയിൽ തന്നെ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഐ മസ്റ്റ് സേ, ഇന്ന് ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോപി സുന്ദറിൻ്റെ വർക്ക് ഇസ് ബ്രില്യൻറ്റ്. ആൻഡ് ആസ് എൻ ആക്ടർ ദർ ആർ സെവറൽ പീപ്പിൾ യു ഡോണ്ട് സേ താങ്ക്സ് ടു. പലപ്പോഴും നമ്മുടെ ഡയറക്ടറിനോടും സ്ക്രീൻ പ്ലേ റൈറ്റർ, അത് രണ്ടുപേരും ഒരാളാണ് ഇതിൽ, എഡിറ്ററും ഒരാളാണ്. അതും കൂടെ കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ബേസിക്കലി നമ്മുടെ ഫോക്കസ് പുള്ളർ ചേട്ടന്മാരും ആൻഡ് ഗോപി ചേട്ടനുമാണ്. ബിക്കോസ് ആസ് എൻ ആക്ടർ വി ഡിപ്പെൻഡ് ഓൺ ഓൾ ഓഫ് ദീസ് പീപ്പിൾ. ഇവരെല്ലാവരും ഉണ്ടെങ്കിലേ നമ്മുടെ പെർഫോമൻസ് ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ വെരി ഹാപ്പി. കോട്ടയത്ത് വെച്ച് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് താരങ്ങളായ കുഞ്ചോക്ക ബോബനും പാർവതിയും സംവിധായകൻ മഹേഷ് നാരായണനും നിർമ്മാതാവ് ആൻഡോ ജോസഫും മറുനാടനോട് സംസാരിച്ചത്. ചിത്രത്തിന്റെ വിശേഷങ്ങളും അണിയറക്കാർ മറുനാടനോട് പങ്കുവച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.